Hello everyone. Number system ഒരു question ചെയ്യാം. Previous year question തന്നെയാണ്. And positive integers divided by d, the remainder is 15. ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ഉണ്ട് d എന്നുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ഉണ്ട് n എന്നുള്ള നമ്പറിനെ ഞാൻ d കൊണ്ട് ഡിവൈഡ് ചെയ്യാം. d കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 15 ആണ്. ഓക്കെ. When 10 times of the same number is divided by d, ഒരു നമ്പറിന്റെ 10 times, ഒരു നമ്പറിന്റെ 10 times നമ്പർ എന്ന് പറയുമ്പോൾ 10 10 ഡി കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എന്താവും? റിമൈൻഡറും 10 ടൈംസ് ആവണം. ഓക്കെ, അതായത് റിമൈൻഡറും 15 × 10 15 × 10 ആയിട്ടുള്ള 150 ആയിരിക്കണം റിമൈൻഡർ ആവണമെന്ന് പറഞ്ഞാൽ 150. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ള? റിമൈൻഡർ 6 ആണ് റിമൈൻഡർ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. 6 ആണ് റിമൈൻഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നമ്പറിനെ 10 ടൈംസ് ആകുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 10 ടൈംസ് ആകുമ്പോൾ 15 ടൈംസ് ആണെങ്കിൽ റിമൈൻഡർ 15 ടൈംസ് ആകും. 2 ടൈംസ് ആണെങ്കിൽ റിമൈൻഡർ 2 ടൈംസ് ആകും. പക്ഷേ റിമൈൻഡർ 6 എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ 150ന്ന് 6 കുറയ്ക്കുമ്പോൾ 144. അപ്പോൾ ഈ 144ന്റെ ഒരു ഫാക്ടർ ആയിരിക്കും നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ 150 മൈനസ് 6 ആയിട്ടുള്ള 144 ആയിരിക്കും ഈ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 144 വരെ എത്തുമ്പോൾ ഡിവൈഡ് ആവും. പിന്നെ എക്സ്ട്രാ ഒരു 6 റിമൈൻഡർ ആവും. ഓക്കെ, ഒന്നെങ്കിൽ 144 ആയിരിക്കും, അല്ലെങ്കിൽ 144ന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഇതർ 144 ഓർ 144ന്റെ ഒരു ഫാക്ടർ. ഓക്കെ, ഇതിൽ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ഡി ആണ് ചോദിച്ചത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ദ ഹയസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ഡി ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 144 നമുക്ക് കണ്ണടച്ച് എഴുതാം. ഓക്കെ, ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ഡി ആണ്. ഓക്കെ, ഇപ്പോൾ 144ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും എടുക്കണ്ട. ബിക്കോസ് 144 എന്ന് പറയും, 144 ഈ റിമൈൻഡേഴ്സ് 6ഉം 15ഉം ആണ്. എപ്പോഴും നമുക്കറിയാം ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനേക്കാൾ ചെറുതായിരിക്കും റിമൈൻഡർ എന്ന് പറഞ്ഞാൽ, അല്ലേ? ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനേക്കാൾ ചെറുതായിരിക്കും റിമൈൻഡർ എന്ന് പറഞ്ഞാൽ. വലുതാണെങ്കിൽ എന്താണ്? ഓൾറെഡി ഒരു ഓണങ്ങളെ ഡിവൈഡ് ആയിപ്പോ. അപ്പം ഒരിക്കലും റിമൈൻഡർ നമ്മൾ ഡിവൈസിനേക്കാൾ വലുതാവില്ല. ഓക്കെ, ഡിവൈസിനേക്കാൾ റിമൈൻഡർ വലുതാവില്ല. ഓക്കെ, അപ്പം 144ന്റെ ഒരു ഫാക്ടർ ആണ്. പക്ഷെ 6നെക്കാട്ടും വലുതായിരിക്കും, 15നെക്കാട്ടും വലുതായിരിക്കും. ഓക്കെ, 140 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 144, 2 × 72 എന്ന് എഴുതാം, 3 × 48 എഴുതാം. പക്ഷെ എന്താണ് 15നേക്കാൾ വലിയൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? 15 ഫാക്ടർ ആണ്? അല്ല, 16 ആണ്. 16 × 9 എഴുതാം, 18 × 8 എഴുതാം. പക്ഷെ ലീസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലീസ്റ്റ് വാല്യൂ നോക്കുമ്പോൾ 16ഉം 18ഉം ഉണ്ട്. പക്ഷെ എന്താണ്? ലീസ്റ്റ് ആവുമ്പോൾ 16 ആണ്. ഓപ്ഷൻ സി 16 വരും. ഓക്കെ, മനസ്സിലാന്ന് ചോദിക്കുന്നു എല്ലാവർക്കും. താങ്ക് യു.